CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. പ്രസിദ്ധമായ അഞ്ഞൂർ പാർക്കാടി ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവം ഞായറാഴ്ച ഒരുക്കങ്ങളാകുന്നു. പൂരാഘോഷം CCTV പ്രാദേശികം ചാനലിലൂടെയും യൂട്യൂബിലൂടെയും തത്സമയം സംപ്രേഷണം ചെയ്യും. കൂട്ടിയെഴുന്നള്ളിപ്പിൽ പാമ്പാടി രാജൻ, പുതുപ്പള്ളി കേശവൻ, തിരുവമ്പാടി ചന്ദ്രശേഖരൻ ഉൾപ്പെടെ 50-ൽ പരം ഗജവീരന്മാർ അണിനിരക്കുമെന്ന് ഭാരവാഹികൾ. വിവരസാങ്കേതിക വിദ്യയുടെ വിസ്ഫോടന മാറ്റങ്ങൾക്കൊപ്പം കേരള വിഷനും മുന്നേറ്റത്തിന് തയ്യാറെടുക്കുകയാണെന്ന് KCCL ചെയർമാൻ K. ഗോവിന്ദൻ പറഞ്ഞു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഗുരുവായൂർ മേഖലാ സമ്മേളനം K. ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. MLAയുടെ വാക്ക് പാഴായി. പൊന്നാനി കോൾപ്പടവിൽ നെൽകൃഷി സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി കർഷകർ നൂറടിത്തോട്ടിലെ നീരൊഴുക്ക് തടഞ്ഞു. ഇറിഗേഷൻ വകുപ്പിനെ അറിയിച്ചതിനുശേഷമാണ് നീരൊഴുക്ക് തടയുന്ന പ്രവർത്തനങ്ങൾ ആരംഭിച്ചതെന്ന് പരൂർ പടവ് കമ്മിറ്റി. പരീക്ഷകളിൽ വിജയിക്കുക എന്നതിലുപരി സമൂഹത്തിന് ഗുണകരമായി പ്രവർത്തിക്കുക എന്നതാണ് വിദ്യാഭ്യാസത്തിന്റെ കാതലെന്ന് മുൻ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ C. രവീന്ദ്രനാഥ്. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ സഹകരണത്തോടെ നടത്തിയ പാരന്റിംഗ് ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ക്രെയിൻ മതിലിലിടിച്ച് അപകടം. ചാവക്കാട് ഏനാമാവ് റോഡിൽ പാലയൂർ ഡോബിപ്പടിയിൽ ബുധനാഴ്ച രാത്രി 8:30യോടെയായിരുന്നു അപകടം. ബസിന് സൈഡ് കൊടുത്ത ക്രെയിൻ നിയന്ത്രണം വിട്ട് റോഡരികിലെ മാളിയേക്കൽ റസാക്കിന്റെ വീട്ടുമതിൽ ഇടിച്ചു തകർത്തു. വീടിനു മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന ബൈക്ക് മോഷ്ടിച്ചതായി പരാതി. കുന്നംകുളം കക്കാട് സ്വദേശി കള്ളിപ്പറമ്പിൽ വീട്ടിൽ KN വിനീഷിന്റെ ഉടമസ്ഥതയിലുള്ള KL 46V 4781 ഹീറോ ബൈക്കാണ് മോഷണം പോയത്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പ്രതിക്കായി തിരച്ചിൽ ഊർജിതമാക്കി പോലീസ്. സംസ്ഥാന കലോത്സവത്തിൽ തൃശൂർ ജില്ലയ്ക്ക് വേണ്ടി മത്സരിച്ച കുന്നംകുളം ബദനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. 10 ഇനങ്ങളിലായി 72 കുട്ടികളാണ് കലോത്സവത്തിൽ മത്സരിച്ചത്. കടവലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ചിത്രരചന പരിശീലന ക്യാമ്പ് നടത്തി. ശതോത്തര രജത ജൂബിലി ആഘോഷങ്ങളോടനുബന്ധിച്ച് 1 വർഷം നീണ്ടുനിൽക്കുന്ന വിവിധ പരിപാടികളുടെ ഭാഗമായാണ് പരിശീലനം സംഘടിപ്പിച്ചത്. ഇരിങ്ങപ്പുറം SMUP സ്കൂളിന്റെ 112ാം വാർഷികാഘോഷം വർണ്ണാഭമായി. വിരമിക്കുന്ന അധ്യാപകനുള്ള യാത്രയയപ്പും നൽകി. ബുധൻ വ്യാഴം ദിവസങ്ങളിലായാണ് വാർഷികാഘോഷം നടത്തിയത്. നൃത്തമികവിന് കലാഭവൻ മണി സ്മാരക പുരസ്കാരം നേടിയ ബേബി ആരാധ്യ K. മുകുന്ദനെ അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പുന്നയൂർക്കുളം വെസ്റ്റ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. ചൂണ്ടൽ ലേഡി ഇമാക്കുലേറ്റ് ഗേൾസ് ഹൈസ്കൂളിന്റെ 74ാം വാർഷികവും യാത്രയയപ്പ് സമ്മേളനവും നടന്നു. വിദ്യാലയാങ്കണത്തിൽ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ IAS ഉദ്ഘാടനം ചെയ്തു. നെല്ലുവായ് മുല്ലയ്ക്കൽ ഭരണിവേലയോടനുബന്ധിച്ച് പറപുറപ്പാടും കൊടിയേറ്റ കർമ്മവും നടന്നു. നെല്ലുവായ്, മുരിങ്ങത്തേരി എന്നീ പ്രധാന ദേശങ്ങൾ ചേർന്നാണ് കൊടിയേറ്റം നിർവഹിച്ചത്. ഫെബ്രുവരി 14-ന് ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിൽ നടക്കുന്ന AKPCTA 68ാം തൃശൂർ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് സ്വാഗത സംഘ രൂപീകരണ യോഗം ചേർന്നു. അമേരിക്കൻ മലയാളി എഴുത്തുകാരൻ അബ്ദുൾ പുന്നയൂർക്കുളത്തിന്റെ പ്രഥമ നോവൽ പുറത്തിറങ്ങുന്നു. പുന്നയൂർക്കുളം സാഹിത്യ സമിതിയുടെ നേതൃത്വത്തിൽ പറക്കും പക്ഷിയെ പ്രണയിക്കുന്നവർ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം ജനുവരി 25-ന് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വാർഷികാഘോഷവും വിരമിക്കുന്ന അധ്യാപകർക്ക് യാത്രയയപ്പും സംഘടിപ്പിച്ചു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.